നാളെ രാവിലെ 10:30 മണിക്ക് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ആണ് എനിക്ക് മെമ്പർഷിപ്പ് നൽകുന്നത്. ഇന്നിപ്പോൾ നിങ്ങളെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ പ്രാഥമികമായി BJPയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ 2 ദിവസമായി നിങ്ങളുടെ അടുത്ത് 3 ദിവസമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. സാഹചര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 ടേമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ BJP സർക്കാർ തുടർന്ന് വരുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ആകർഷകമായിട്ടാണ് ഞാൻ BJPയിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. നിരവധി പ്രാവശ്യം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലുതാണ്. ഇന്ത്യക്കുണ്ടായ വളർച്ച വലുതാണ്. അപ്പോൾ അതും പ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട്. നമ്മൾ വലിയൊരു കുടുംബമാണ്. ഈ പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ, എൻ്റെ മകനായ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ എല്ലാം എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തരായി എണ്ണി പറഞ്ഞാൽ നിരവധി പാർട്ടി മെമ്പർമാർ. ഇന്നലെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് ഒരാൾ പോലും എന്നോട് വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ദീർഘകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതാണ് എനിക്ക് ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നാളെ രാവിലെ 10:30 മണിക്ക് നമുക്ക് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാണാം. അവിടെ വച്ച് ഞാൻ വളരെ ബഹുമാനത്തോടെ BJPയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുകയാണ്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, അതൊക്കെ സ്വാഭാവികം. ഇന്നലെ ഇന്നൊന്നും വന്നില്ലല്ലോ. 2 ദിവസമായി പാർട്ടിയുടെ സംഘടനാ രീതി എന്താ? ഒരു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ നിമിഷം പുറത്താക്കുന്ന സംവിധാനമല്ലേ ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം പാർട്ടി ഒരുപാട് പിറകോട്ട് പോയി. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കളെ പൂട്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ CPM എത്തിയില്ലേ? നമ്മൾ കണ്ടതല്ലേ, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? ലോക്കൽ സമ്മേളനത്തിൽ പ്രശ്നങ്ങൾ, ലോക്കൽ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളെ പൂട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ആ അച്ചടക്കം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ വന്നൊരു പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഞാൻ. 1982 പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ആളാണ്. പെട്ടെന്ന് വന്നൊരു പാർട്ടി സഖാവല്ല. എന്നാൽ ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെയല്ലേ അവർക്ക് അതിന് കഴിഞ്ഞുള്ളൂ. വ്യക്തമായ തീരുമാനം എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. BJP നേതാക്കൾ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നാളെ K. സുരേന്ദ്രനിൽ നിന്ന് BJP അംഗത്വം സ്വീകരിക്കും. വ്യക്തമായി ആലോചിച്ചെടുത്ത തീരുമാനമാണത്. BJPയുടെ നല്ല പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി, മാത്രമല്ല തൻ്റെ പുറകിൽ തനിക്ക് പിന്നാലെ മറ്റ് നേതാക്കൾ കൂടി BJPയിലേക്ക് വരുമെന്നും മധു മുല്ലശ്ശേരി പറയുന്നു.